കുടുംബത്തിനായി അന്നം തേടിയാണ് ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത്. പ്രവാസ ജീവിതം ആരംഭിക്കുന്നതോടെ ആവശ്യങ്ങൾ പലതാണ്. പിന്നെ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ. അറിയാതെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ പ്രവാസം കവർന്നെടുക്കും. ശരീരം തളരുമ്പോൾ ജന്മനാടാണ് പലരുടെയും അഭയകേന്ദ്രം. പക്ഷേ ചില ജീവിതങ്ങൾ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. അത്തരമൊരു മനുഷ്യന്റെ കഥയാണ് ഇനി പറയുന്നത്. പ്രായം 70 കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കാത്ത കൊണ്ടോട്ടി കൊട്ടുകര സ്വദേശി അബൂബക്കർ. 80കളുടെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മക്കയിലേക്ക് പറിച്ചു നടപ്പെട്ടത്. എല്ലാവരെയും പോലെ അബൂബക്കറും കടൽ കടന്നത് ജീവിതത്തിന്റെ പച്ചപ്പുകൾ സ്വപ്നം കണ്ടാണ്. നമ്മൾ പോകുന്ന കാലത്ത് 2019 റുപ്യ കപ്പലിന് മുടക്കുള്ളൂ. നമുക്ക് ഇവിടെ സൗദി അറേബ്യക്ക് എത്താൻ ആകെ മുടക്ക് 2019 റുപ്യ അക്കാലത്ത് വന്നിട്ടുണ്ട്. അന്ന് ഈ പാർക്കൊന്നുമില്ല. ഇതൊക്കെ ഇപ്പം ഉണ്ടായതാണ്. വന്ന ആ കാലത്തോടെ അലകിയിൽ പോകും. അലകിൽ മാർക്കറ്റിൽ സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് അമലെടുത്ത് ഇങ്ങനെ കഴിച്ചിലായി പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഈ സൗദിൻ്റെ കടി പണിയെടുത്താണ്. ഈ സൗദിൻ്റെ വരി പണിയെടുത്ത് ആ സൗദി 2-3 മാസം കഴിഞ്ഞാൽ വിസ തന്ന് അത് അങ്ങനെ മൂപ്പര വിസ കൊണ്ട് ആ വിസ നാട്ടിൽ പോയി അടിച്ചു വന്ന് അത് 83-ലാണ്. 83-ൽ വിസ അടിച്ചു വന്ന് ഇവിടെ താമസമായി. ഓല കൂടെ തന്നെ. അന്ന് മുതൽ ഇന്ന് വരെ ഓല കൂടെ ഇങ്ങനെ പോന്നു. അന്ന് ഇവിടെ റോഡില്ല, ഈ റോഡില്ല. ഇതൊക്കെ മണ്ണിൻ്റെ റോഡുണ്ട്. ഇങ്ങോട്ട് വയറാത്ത് കൂടെ ഇങ്ങോട്ട് നേരെ കീഴ്പോട്ട് റോഡില്ല. ഈ പെര ഇതൊരു പഴയൊരു പെര ഉണ്ടായിരുന്നു ഇവിടെ, ഈ മിന്നിൽ തന്നെ. വേറെ പെര ഇവിടെ ഇല്ല. ഇവിടെ ആ ഒരു പേരയും ഇവിടെ എങ്ങും പെരയില്ല. പിന്നെ ആ ഒരു പെരയുണ്ട്, അവർക്കൊപ്പം വലുതായതാണ്. മക്കയിലെ പ്രമുഖ ബിസിനസ് കുടുംബത്തിലേക്കാണ് ഇദ്ദേഹം ജോലിക്കായി എത്തിയത്. കഠിനമായി ജോലി ചെയ്തു. കുടുംബത്തിന്റെ വിശ്വാസവും സ്നേഹവും കവർന്നു. കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്നു അബൂബക്കർ. അങ്ങനെ ദീർഘമായ 45 വർഷങ്ങൾ. വീട്ടിലെ മുതിർന്ന തലമുറയിലെ പലരും മരണപ്പെട്ടു. അടുത്ത തലമുറ വന്നു. പക്ഷേ അബൂബക്കറിനോടുള്ള കുടുംബത്തിന്റെ സ്നേഹത്തിന് മാറ്റമുണ്ടായില്ല. ഇന്നും ആ കുടുംബം അദ്ദേഹത്തെ വീട്ടിലെ കാരണവരായി തന്നെയാണ് കാണുന്നത്. تقريبا 45 سنة واحنا نتعامل معه واحد من الأسرة. أنا أشوفه زي أبويا الله يرحمه. أبو بكر زي أبويا وأبو وأولادي كلهم يحترمونه ويقدرونه. يعني ما شاء الله تبارك الله فوق 45 سنة هو موجود عندنا هنا في السعودية زي أبونا. معانا يأكل ويشرب وفي احترام وتقدير له كله. ولدي الصغير وكمان ولدي الأصغر كلهم يحترمونه الحمد لله. أعتبر زي أبوي الله جد الله يرحمه. أحترمه كمان دائما يروح يوديني المحلات الله يعطيه العافية. അബൂബക്കറിന്റെ താമസം ഇന്നും ഇവർക്കൊപ്പമാണ്. ഇഖാമ ഉൾപ്പെടെ എല്ലാ ചിലവും കുടുംബം തന്നെയാണ് വഹിക്കുന്നത്. ശമ്പളത്തിനപ്പുറം സ്നേഹവും കരുതലും വിശ്വാസവുമൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ആടുജീവിതം പറയുന്ന അറബികളുടെ ക്രൂരതയ്ക്ക് വെല്ലുവിളിയാണ് ഈ കഥ. അതല്ലെങ്കിൽ യഥാർത്ഥ അറബികളുടെ കഥ ഇതാണ്. സൗദികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യക്കൂട്ടം. നമ്മൾ ഫാമിലി പോലെ വെച്ചാൽ 1951 വന്ന് അന്ന് ഹജ്ജിന് വന്നതാണ്. ഹജ്ജിന് വന്ന് എൻ്റെ വാപ്പ ഇഖാമ തന്ന് വിസ തന്ന് അത് കിട്ടി. അല്ലാണ്ട് അങ്ങനെ പോകുന്ന ആലത്തൂർ വേറെ ഒരു ഗഫീൻ്റെ അടുത്തേക്കും പോയിട്ടില്ല. ഒരു ഗഫീൽ തന്നെ ഉള്ളൂ. വേറെ ആളെ ഇന്ന് വരെ ഈ പെരയിൽ തന്നെ കഴിക്കുന്നത്. ആദ്യം വേറെ പെരയിലേനി, ഇപ്പം ഈ പെരയിലാണ് കഴിക്കുന്നത്. വേറെ പെരയ്ക്ക് വേറെ റൂമൊക്കെ പോയിട്ടില്ല. വളരെ നീറ്റായിട്ട്. അബൂയ മൗത്ത് എനിക്ക് കൺസൾട്ടേഷൻ സന 30 سنة في أبويا موت. كفيل أبويا موت 30 سنة. بل كله أمي وهو بس. എൻ്റെ അത്രേ ഉള്ളൂ. ഞാൻ വരുന്ന കാലത്ത്
ഒന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. അതിൻ്റെ ഓനും വേറെ ഒരുത്തനുമുണ്ട്, വേറെ ഒരു മനുഷ്യനുമില്ല. അതിൽപ്പെട്ട പെങ്ങന്മാരെല്ലാം കെട്ടിച്ചൊക്കെ കുട്ടികളും മക്കളും ഒക്കെ വേറെയാണ്. എൻ്റെ ഇക്കാമ പുതുക്കലും എല്ലാം പോലെ തന്നെ, ഒരു പൈസയും കൊടുക്കലില്ല. അന്ന് മുതൽ ഇന്ന് വരെ വാപ്പ പുതുക്കി ബാക്കി പോകാനും പുതുക്കും. ഇന്ന് വരെ എനിക്ക് അല്ലാതെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. വളരെ സുഖം. നമ്മളെ പേരൻ്റെ മാതിരി ഉള്ളിൽ അകത്തും ഒക്കെ നമുക്ക് കുറേ പുറമേറ്റ്. ഉമ്മാൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം, ഇവിടെ വരാം അവിടെ വരാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 5 പതിറ്റാണ്ടിൻ്റെ പ്രവാസം. അതിനിടയിൽ ഒരുമിച്ച് വളർന്ന കൂട്ടുകാർ പലരും ഇന്ന് ഓർമ്മ മാത്രം. ഇനി നാട്ടിലേക്ക് മടങ്ങുന്നില്ലേ എന്ന ചോദ്യത്തിന് അബൂബക്കറിൻ്റെ മറുപടി വളരെ ലളിതമാണ്. നാട്ടിലേക്ക് പോകാൻ തുടങ്ങാൻ പറഞ്ഞാൽ നമ്മൾ പോകുന്ന അന്നുള്ള മുതലാളിമാരും തൊഴിലാളികളും ജോലിക്കാരും മിനിമം ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ സാമർത്ഥ്യമായിട്ട് ഇങ്ങനെ പോകാൻ തോന്നില്ല. അൽഹംദുലില്ലാ കയറ് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതാ ജോലിക്കാരും താല്പര്യക്കാരും കമ്മിയായപ്പോൾ പോകണ്ടേ എന്നുള്ള ഇതിൽ ഇങ്ങനെ ഉത്തർക്കും, അത്രേ ഉള്ളൂ. എന്നാലും പോരാ അപ്പം വന്നിട്ട് 6 മാസമായി അന്ന് വന്നിട്ടുള്ളൂ. അല്ലാത്ത പരിപാടികളൊന്നുമില്ല. അതായത് ഇപ്പോൾ ലൂയക്കാരാണ്, നിങ്ങളില്ല ലൂയക്കാരനാണെങ്കിൽ നിങ്ങളില്ല. ഞാൻ പോകുന്നുള്ള ലൂയക്കാർ ഇപ്പോൾ 2-3 ആളേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള കുഴിക്ക ചെറുപ്പക്കാരാകുമ്പോൾ നമ്മളിപ്പോൾ മക്കത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളാണ്ട് ചെല്ലുമ്പോൾ കുട്ടികളൊന്നും നമ്മളറിയില്ല, വേറെ കുട്ടികളൊന്നും നമ്മളറിയില്ല. അന്നൊരു ചുറ്റുപാടാണുള്ളൂ, അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാന്നില്ല റായത്തായിട്ട് പോകുന്നുണ്ട്. കുടുംബക്കാരൊക്കെ മരിച്ചിങ്ങനെ പോയിന്. പെരയിൽ പെണ്ണുങ്ങളും എൻ്റെ മാൻ്റെ പെണ്ണുങ്ങളും ഉണ്ട്, ഓല് ജീവിക്കുന്നുണ്ട്. അല്ലാതെ ചുറ്റുപാടൊന്നും അൽഹംദുലില്ലാ കയറ് തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. എല്ലാവരോടും വളരെ സരസമായി അദ്ദേഹം ഇടപെടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ നിർബന്ധിച്ച് 4 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത്. 6 മാസത്തെ ലീവിന് പോയ അദ്ദേഹം കുടുംബക്കാരനെ നിർബന്ധിച്ച് നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. മക്കയിലെ ആയിഷ മസ്ജിദിനടുത്തുള്ള ബുഹൈറാത്ത്. ഇവിടെ എല്ലാവർക്കും പരിചിതനാണ് അബൂബക്കർ, ഏറെയും സ്വദേശികൾ. പ്രായം 70 പിന്നിട്ടെങ്കിലും സൗഹൃദങ്ങൾക്ക് ഇന്നും ചെറുപ്പമാണ്, അതിലേറെ ഊഷ്മളവും. എന്നെ ഓൽക്കും ഇഷ്ടമാണ്, ഓലെന്നെ ഇഷ്ടമാണ്. പഴയ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഏതാനും ഒരാൾക്കും വെറുപ്പ് അറിയാം. സൗദിയുടെയും മക്കയുടെയും ഹറമിൻ്റെയും മാറ്റങ്ങളെല്ലാം ഒറ്റ ഫ്രെയിമിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അബൂബക്കറിന് ഇപ്പോഴും. എല്ലാം ഇന്നലെ എന്ന പോലെ വ്യക്തം. അതിന് 2-3 മോട്ടർ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. സാംസങ് കെയറിൻ്റെത് അതൊക്കെ ശരിക്കും കണ്ടതല്ലേ. സാംസങ് കെയറിൻ്റെ അടുത്ത് ബട്ടത്രേ ഉള്ളൂ, ഈ നിൽക്കുന്ന സാധനത്തിൻ്റെ ബട്ടുള്ളൂ സാംസങ് കെയറിൻ്റെത്. ഇങ്ങനെ മക്ക എന്ന പുണ്യഭൂമിയിൽ ജീവിക്കുന്നത് ഏതൊരു വിശ്വാസിയുടെയും സ്വപ്നമാണ്. അതും ഇവിടെ പിടിച്ചു നിൽക്കാൻ കാരണമായെന്ന് അബൂബക്കർ പറയുന്നു. മക്ക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യഭൂമി തന്നെയാണ്, അതിന് താമസമില്ല. അതിന് ഒരാൾക്കും പറയാൻ പറ്റില്ല. വേറെയുള്ള സ്ഥലത്തമാരില്ല മക്ക പറഞ്ഞത്. ഇപ്പം റിയാദ് ദമ്മാം എന്നൊക്കെ പറഞ്ഞ മാരിക്കല്ല. മക്ക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സുന്നത്ത് തന്നെയാണ്, ഒരു കൂലിയുള്ള സ്ഥലം തന്നെയാണ്. അവനാനെ കഴിച്ച സമയത്ത് ഒരു വട്ടം തന്നെ ഇങ്ങനെ അറന്ന് പോയിക്കാട്ട് ഒരു തവാബ് ചെയ്തായി കിട്ടി, ഓന് കിട്ടി. എത്ര നശിച്ച മനുഷ്യനും ഇവിടെ നിന്ന് നന്നാവും, മക്കത്ത് നിന്ന് നന്നാവും. അതിന് നമുക്ക് ഒരാളെ അഭിപ്രായം പറയാൻ പറ്റില്ല. മക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം മുതൽ തന്നെയാണ്, അതിന് താമസമില്ല. ഇങ്ങനെ പ്രവാസത്തിന്റെ കഥ എപ്പോഴും ഏറെ വ്യത്യസ്തമാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നവർ, കാത്തിരിപ്പിന്റെ കനം പേറി അവസാന യാത്രക്ക് കീഴടങ്ങിയവർ, പ്രവാസഭൂമിയെ സ്വന്തം നാടായി മാറ്റുന്നവർ, സ്വന്തം നാടുപോലെ നെഞ്ചിലിട്ട് സ്നേഹിച്ചവർ, അങ്ങനെ പ്രവാസി എന്ന നാമം പേറിയ 10,000-ങ്ങളുണ്ട് ഇവിടെ. അവരുടെ ഇതുവരെ പറയാത്ത ഏറെ കഥകളും.